ചെടിയൊക്കെ നടാനോ ഒക്കെയുള്ള സ്ഥലമൊക്കെ ചില വീടുകളിൽ കാണും. ചില വീടുകളിൽ ഫ്ലാറ്റിലാണെങ്കിൽ ചിലപ്പോ അതിനും പോലും സ്ഥലമില്ലാതെയും ഇരിക്കും. അപ്പൊ ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പല രീതിയിലാണ് ജീവിക്കുക. പല സ്ഥലങ്ങളിലായി പല രീതിയിൽ ആണ് നമ്മൾ ജീവിക്കുക. അപ്പോ നമുക്കിപ്പോ പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നാടും എന്നുള്ളതാണ്. നമ്മളെ നാടും നാട്ടാരും. ആരാണ് ഈ നാട്ടാര്? നാട്ടിൽ ജീവിക്കണ ആള്. നാട്ടില് അതെ അപ്പൊ നമ്മൾ നാട്ടില് ജീവിക്കുന്ന ആൾക്കാരാണ് നാട്ടുകാര് അല്ലെ. ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന ആളുകളെയാണ് നമ്മൾ നാട്ടുകാരെന്ന് പറയുന്നത്. അപ്പോ ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മള് എല്ലാവരും നിങ്ങളുടെയൊക്കെ അമ്മ അച്ഛൻ, എന്റെ അമ്മ അച്ഛൻ, എന്റെ അപ്പൂപ്പൻ, നിങ്ങളുടെയൊക്കെ അപ്പൂപ്പന്മാര് അമ്മൂമ്മമാര് ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഈ നാട്ടിൽ താമസിച്ച് വന്നവരാ. അപ്പൊ അങ്ങനെ താമസിച്ച് വന്നവരെല്ലാവരും സംസാരിച്ചിരുന്നത് ഒരു ഭാഷയാ. അതേത് ഭാഷയാണ്? മലയാളം. മലയാളം നമ്മുടെ ഭാഷയാണ്. നിങ്ങൾ എല്ലാ കാര്യം അറിയാട്ടോ. ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോ നല്ല മലയാള ഭാഷ, നല്ല ഭാഷയാണ് നമ്മുടെ മലയാളം. അപ്പൊ മലയാള ഭാഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ കുറച്ചു നേരം സംസാരിക്കാനും കുറച്ച് എഴുതിയൊക്കെ പഠിക്കാനും ഒക്കെ ഇരിക്കുന്നതൊക്കെ മലയാള ഭാഷയിലാണ് അല്ലേ. നമുക്ക് നാടിനെയും നാട്ടുകാരെയും കുറിച്ചാണ് നമ്മളിപ്പോ പറയാനായിട്ട് പോണത്. അപ്പോ നിങ്ങൾ പറഞ്ഞു ഇപ്പൊ ഈ നാട്ടില് ഇപ്പൊ ഭയങ്കര ചൂടാണെന്നും ചൂട് കൊണ്ടാണ് നിങ്ങളൊക്കെ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വെക്കേഷൻ കിട്ടിയത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു അല്ലേ. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഈ ചൂടുള്ളൂ? നമ്മുടെ നാട്ടില് ചൂട് കൂടുന്ന സമയത്ത് ഇത് നാട്ടിലായാലും ശരി കാട്ടിലായാലും ശരി എല്ലായിടത്തും ചൂട് കൂടും. കാട്ടിൽ ഇത്രയേറെ വൃക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെയും പുല്ലുകളെല്ലാം കരിഞ്ഞ് മരങ്ങളൊക്കെ കുറെ ഉണങ്ങി ജീവികൾക്കൊന്നും കഴിക്കാനൊന്നും ആഹാരമൊന്നും ഇല്ലാതെ നമുക്ക് കുടിക്കാനായിട്ട് വെള്ളമില്ലാതെ വെള്ളമൊക്കെ പുഴയൊക്കെ വറ്റി അങ്ങനെയൊക്കെയുള്ള അവസ്ഥ കാട്ടിലും വരും. അപ്പോ ഞാൻ നിങ്ങൾക്ക് എന്റെ ഒരു അനുഭവ കഥ പറയട്ടെ. കഥയല്ല, അതൊരു അനുഭവമാണ്. ഞാൻ അനുഭവിച്ച് കടന്ന സംഭവമാണ് കേട്ടോ. അപ്പോ പറയട്ടെ. അപ്പോ ഞാൻ ഒരു ഏപ്രിൽ മാസത്തില് സ്കൂളൊക്കെ അടച്ച്, അപ്പൊ എനിക്ക് പഠിക്കാനൊന്നും പോകണ്ടല്ലോ. അപ്പൊ ഞാൻ സ്കൂളൊക്കെ അടച്ച സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എന്റെ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ വീട്ടിൽ നാട്ടുമ്പുറമാണ്. ഇഷ്ടംപോലെ ചെടികളും മരങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലം. അവിടെ മലമേൽ എല്ലാവരെയും മ്യൂട്ട് ചെയ്ത് ടീച്ചർ കേട്ടുട. ടീച്ചർ മൈക്ക് ഓഫ് ആണ്. കഥ പറയണ്ടേ? ശ്രദ്ധിച്ചിരിക്കൂ. അപ്പൊ കഥ പറയുമ്പോ ശ്രദ്ധിച്ചിരിക്കണം. ഇടയ്ക്ക് സൗണ്ട് ഒന്നും കേൾക്കരുത്. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം പോരാ. ഞാൻ ഈ പറയുന്ന കഥയില് കഥയല്ല, ഈ നടന്ന സംഭവത്തില് നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ട വാക്കുകൾ, നിങ്ങൾക്ക് അറിയാവുന്ന എഴുതാൻ പറ്റുന്ന വാക്കുകള് നിങ്ങൾ ആ പേപ്പറിൽ എഴുതി വെക്കുകയും വേണം. എഴുതാൻ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. അറിയാമെങ്കിൽ എഴുതിയാൽ മതി. എഴുതാൻ പറ്റുന്നവർ ആ കിട്ടുന്ന വാക്കുകളൊക്കെ കൂടെ വെക്കണം. എഴുതാൻ പറ്റുന്ന, അല്ലാതെ നിങ്ങൾ എന്തിനൊന്നും എഴുതാൻ പറ്റുന്നവർ എഴുതി വെക്കുക.
അപ്പോ ഇനി സംസാരിക്കല്ലേ, ടീച്ചർ പറയാൻ തുടക്കമാണ് കേട്ടോ. അപ്പോ ഞാനിങ്ങനെ എന്റെ അമ്മ വീട്ടിൽ പോയി. അവിടെ ഒരു മലമേൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ധാരാളം മലയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ആ മലയൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു വലിയ പാറയുണ്ട്. ആ പാറയുടെ മുകളില് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒറ്റ കല്ലിൽ ആ പാറയ്ക്കകത്ത് കുത്തിയെടുത്ത ക്ഷേത്രമാണ്. അപ്പോ ആ ക്ഷേത്രത്തില് ഞാൻ ഒരു ദിവസം പോയി. കാരണം വളരെ ഭംഗിയാണ് ആ സ്ഥലം കാണാൻ. വരുന്ന പാറപ്പുറത്തിൽ ഇങ്ങനെ നോക്കിയാല് അങ്ങ് ദൂരെ ആകാശം ഇങ്ങനെ ചരിഞ്ഞിറങ്ങി ഭൂമിയിൽ തൊടുന്നത് പോലെ നമുക്ക് തോന്നും. അതിന് നമ്മൾ എന്താ പറയാന്നറിയോ? ചക്രവാളം. എന്താ പറയാ? ചക്രവാളം. ഭയങ്കര ഭംഗിയാണ്. നല്ല കാറ്റുണ്ട്. അപ്പൊ ഞാൻ ഈ കാറ്റൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്റെ കയ്യിലാണെങ്കിലോ ഒരു വാഴയിലക്കകത്ത് കിട്ടിയ പ്രസാദവും അതിൽ 2 പഴവുമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാന് ഈ പഴം ഒക്കെ കയ്യിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അവിടെ ഒക്കെ ചുറ്റുപാടും ഒക്കെ നോക്കി ഇങ്ങനെ നല്ല ഇതായിട്ട് ഇരിക്കട്ടെ, കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ താഴെയായിട്ട് ഉള്ള മരക്കൂട്ടങ്ങൾക്ക് ഇടയിലായിട്ട് ഒരു വലിയ ശബ്ദവും കുറേ ഒരു ഇലയെല്ലാം അനങ്ങുന്ന ഒരു ബഹളവും ഒക്കെ കേട്ടു. കൊണ്ട് കുറേ പേർ എന്റെ മുമ്പിൽ വന്നു. ആരായിരിക്കും അവര്? ഊഹിച്ചു പറയാമോ? ആ വേറെ ആരായിരിക്കും? വേറെയും പറഞ്ഞേ. ആന പുതു കയറി വരും. വേറെ ആരായിരിക്കും? പക്ഷികളായിരിക്കും. അപ്പൊ അങ്ങനെ കൊറേ പേര് വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയോ? എന്റെ കയ്യിലുള്ള പായസം അവർക്ക് കൊടുത്തു. പക്ഷെ അവർക്ക് ഭയങ്കര വിശപ്പ്. അവരെന്നെ ഇങ്ങനെ വളരെ രഹസ്യമായിട്ട് നോക്കി. അത് ഈ ബഹളം കൊണ്ടാണ് മോളെ. ബഹളം മറ്റുള്ള ഒരു കാര്യം ചെയ്യോ? മാം ഒന്ന് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഒന്നും ക്ലിയർ ആവുന്നില്ല. എല്ലാ കുട്ടികളും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോ ഇതൊന്നും ക്ലിയർ ആവുന്നില്ല. അജയൻ ചേട്ടാ, ആവശ്യത്തിന് മാത്രം അവർ ഓണാകട്ടെ. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഒന്നും കേൾക്കുന്നില്ല. അജയൻ ചേട്ടാ, ബാക്കി നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കി വെച്ചേ മക്കളെ. നിങ്ങളുടെ മിസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാത്രം ഓൺ ആക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. നല്ല മക്കളല്ലേ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കിക്ക്. നല്ല മോൻ. മിടുക്കൻ. എല്ലാരും ഒന്ന് ഓഫ് ആക്കി വെക്കും കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എല്ലാരും വന്ന് പറഞ്ഞാൽ മതി. അപ്പോ അങ്ങനെ എന്ത് ചെയ്തു? ഞാൻ നോക്കുമ്പോ അവർക്ക് ഭയങ്കര വിശപ്പ്. പിന്നെയും അവരെന്നോടങ്ങ് ചോദിക്കുക, എന്തെങ്കിലും താ എന്ന് ചോദിക്കുക. അപ്പൊ എനിക്കത് കഷ്ടം തോന്നി. ഞാൻ അങ്ങനെ പോയി അവർക്ക് കുറച്ച് പഴങ്ങളും അവിടെ കടയിൽ പോയിട്ട് കുറച്ച് പഴവും വാങ്ങി, കുറച്ച് കപ്പലണ്ടിയൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വീണ്ടും അവർക്ക് കൊടുത്തു. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അവരെന്റെ കൂടെ അടുത്തു. നമുക്കൊന്ന് കാണാം അവരെ ആരാണെന്നൊന്ന് കാണാം. അജയൻ ചേട്ടാ, കൂട്ടുകാർക്കൊന്ന് കാണിച്ചു കൊടുത്തേ എന്റെ കൂട്ടുകാരെ. അവർക്ക് അജയൻ ചേട്ടാ, എന്റെ കൂട്ടുകാരെ നമുക്കൊന്ന് കാണിച്ചു കൊടുത്തേ. ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ അവരെ. അജയൻ ചേട്ടാ, അജയൻ ചേട്ടാ അതൊന്ന് ഇട്ടേ. അജയൻ ചേട്ടാ അതൊന്ന് ഇട്ടേ. ആ ഒരു സ്ലൈഡ് ഒന്ന് ഇട്ടേ. എവിടെ പോയി അജയൻ ചേട്ടാ? ചേട്ടൻ പക്ഷെ 5ാം ക്ലാസ് പഠിക്കുന്നയോ? നോക്കൂ, നിങ്ങൾ കണ്ടോ ചിത്രം? കണ്ടോ? ഈ ചിത്രത്തിലെ എന്റെ കൂട്ടുകാരുണ്ട്. നിങ്ങൾ കണ്ടേ?
കണ്ടോ? എന്റെ കൂട്ടുകാരെ കണ്ടോ? ഒരുപാട് പേരുണ്ട്. അതിനകത്ത് കുറെ പേരുണ്ട്. ആദ്യമൊക്കെ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ പിന്നെ അവരെല്ലാം കൂട്ടുകാരായി കേട്ടോ. ഇനി നിങ്ങളുടെയും കൂട്ടുകാരാണ് അവര്. ഞാൻ നിങ്ങൾക്ക് ഈ വെക്കേഷന് എത്രയും കൂട്ടുകാരെ നിങ്ങൾക്കായിട്ട് തരുവാണ്. നിങ്ങൾ മ്യൂട്ടാക്കി വെക്കൂ, എങ്കിലും കേൾക്കാൻ പറ്റൂ. അതിട്ടാ ബാക്കി എല്ലാവരും മ്യൂട്ട് അതിട്ടാ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കോ. ആ നോക്കൂ. അപ്പോ അപ്പൊ എന്റെ കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്കും കൂടെ തരുകയാണ്. ഇനി എന്റെ കൂട്ടുകാരാണ്. അപ്പൊ അവർക്കായിട്ട് നമ്മൾ ഇനി കഥകളും കവിതകളും ഒക്കെ ആയിട്ട് നമ്മള് മലയാളം മിഷന്റെ കൂട്ടുകാരായിട്ട് ഈ എന്റെ കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്കും കൂടി തരികയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഇനി ഈ കൂട്ടുകാരെ കാണാൻ പോകണം, നമുക്ക് ഈ കൂട്ടുകാരുടെ കളിക്കണം, പാട്ട് പാടണം, കഥ പറയണം. ആ കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് പലതും ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോ അടുത്ത സ്ലൈഡ് കാണിക്കൂ ചേട്ടാ. ഇതില് അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ പല സാധനങ്ങളുമായിട്ട് പോയി. കാരണം നാട്ടിൻപുറമാണ്, അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പഴങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നല്ല പപ്പായ ഉണ്ട്, പിന്നെ ഇപ്പൊ നല്ല മാങ്ങയുടെ സമയമല്ലേ, അപ്പൊ ധാരാളം മാങ്ങയുണ്ട്. അപ്പൊ ഞാൻ മാങ്ങ ഇങ്ങനെയുള്ളതൊക്കെ കളക്ട് ചെയ്ത് ഈ കൂട്ടുകാർക്ക് വേണ്ടി കൊണ്ടുപോയി. പിന്നെ അടുത്ത ദിവസം കാണാൻ വേണ്ടി ഇങ്ങനെ പോയി. അങ്ങനെ അവരെന്നോട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അവരോട് എന്റെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ നാടിനെ കുറിച്ചും ഇവിടുത്തെ ചൂടിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. എന്റെ കൂട്ടുകാരായ നിങ്ങളെ കുറിച്ച് ഇനി കാണുമ്പോൾ ഞാൻ പറഞ്ഞോ, നിങ്ങളൊക്കെ നല്ല കുറെ മക്കളെ എനിക്ക് കിട്ടിയായിരുന്നു. നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോ അതിന്റെ അടുത്തിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്തരാം. എന്റെ കൂട്ടുകാരില് അവരാരൊക്കെയാണ്, അവരുടെ പേരും കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകും. അപ്പോ നോക്കൂ, കണ്ടോ? അതില് എന്റെ കൈ പിടിച്ചിരിക്കുന്നത് കണ്ടോ? അതിന് തൊട്ട് താഴെ ഒരു കുഞ്ഞി കുരങ്ങനെ നിങ്ങൾ കണ്ടില്ലേ? അവനാണ് കുഞ്ഞൻ. അവന്റെ പേരാണ് കുഞ്ഞൻ. ഞാൻ അവനെ സ്നേഹത്തോടെ വിളിക്കുന്നത് കുഞ്ഞാ എന്നാണ്. അവന്റെ അച്ഛനും അമ്മയുമാണ് എന്റെ കയ്യിൽ പിടിച്ചിരുന്ന് സംസാരിക്കുന്നവര് കേട്ടോ. അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ശ്രീറാം ദോ തൊട്ടടുത്തുണ്ട്. അവന്റെ ബാക്കിൽ നിൽക്കുന്നത് കണ്ടോ? അവനാണ് റിയാസ്. കണ്ടോ? നിങ്ങൾ കണ്ടോ? സൂക്ഷിച്ചു നോക്കിയേ. ാണ് ആ തൊട്ട് കൈ പിടിച്ചിരിക്കുന്നവനാണ്. പുറകിലിരിക്കുന്ന ഒരു കുഞ്ഞു കുരങ്ങനെ കണ്ടോ? അത് ഈ കുഞ്ഞിന്റെ കൂട്ടുകാരനായിട്ടുള്ള കുരങ്ങനാണ്. അമ്മന്റെ പിന്നാലെ അതല്ലേ? അമ്മന്റെ പിന്നീട് ഒരു കുരങ്ങനുണ്ട് കണ്ടോ? അപ്പൊ ഇതൊക്കെ അപ്പോ അങ്ങനെ അവരുമായിട്ടൊക്കെ ഭയങ്കര കൂട്ടായി. ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ വന്നേ, എന്താ നിങ്ങൾ നാട്ടിലേക്ക് വരാൻ കാര്യം എന്താ എന്ന് ചോദിച്ചു. അപ്പൊ കുഞ്ഞൻ പറഞ്ഞു, അവിടെ ഒന്നും കിട്ടുന്നില്ല, വെള്ളം പോലും കുടിക്കാൻ കിട്ടുന്നില്ല, നദിയെല്ലാം വറ്റി വരണ്ടുപോയി, ഞങ്ങൾക്കിപ്പം ഒന്നും കുടിക്കാനൊന്നും കിട്ടുന്നില്ല, നദികളൊക്കെ വറ്റി വരണ്ടുപോയി. എന്താണ്? നദിയെല്ലാം വറ്റി വരണ്ടുപോയി. അവിടുത്തെ എല്ലാം ഉണങ്ങി കരിഞ്ഞു. മരങ്ങള് അല്ലെങ്കിൽ വൃക്ഷങ്ങളിലാണെങ്കില് ഒന്നും കായ്കളൊന്നും ഇപ്പൊ ഇല്ല, എല്ലാം ഉണങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാണ്ടായിട്ടാണ് ഞങ്ങള് നാട്ടിലേക്ക് വന്നത്. ഇവിടെ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത് എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ആ ഒരു അത്രയും നാള് ആ വെക്കേഷൻ തീരുന്നത് വരെ ഞാനും കുഞ്ഞനുമായിട്ട് പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ക്രമേണ ഞങ്ങള് കളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധാപൂർവം കേട്ടിരിക്കാൻ തുടങ്ങി.
അവരെന്നെ അനുസരിക്കാൻ തുടങ്ങി. നല്ല മക്കളായിട്ട് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന നല്ല കുട്ടികളായിട്ട് അവര് മാറി. അതിന്റെ ഒന്ന് കാണിച്ചു കൊടുത്തേ. നല്ല അനുസരിക്കുന്ന കുട്ടികളായിട്ടിരുന്ന് കഥ കേൾക്കുന്ന അവരെ ഒന്ന് കാണിച്ചിട്ടേ കുട്ടികൾക്ക്. കേട്ടോ, പറയുമ്പോ എല്ലാം ശ്രദ്ധിച്ച് കേട്ടിരിക്കും. ഞാൻ പറയുമ്പോ അവര് ബഹളം ഒന്നും വെക്കില്ല. കണ്ടോ, പല പല കളികൾ കളിക്കാണ്. മറ്റൊന്ന് കാണിച്ചു കൊടുത്തേ. കഥ കേട്ടുകൊണ്ടിരിക്കണമെന്ന് കാണിച്ചു കൊടുത്തേ. കളികൾ എനിക്ക് പറഞ്ഞു തരിക. കണ്ടോ, ഇതാ നോക്ക്, കണ്ടോ, ഞാൻ പറയുന്നതൊക്കെ എത്ര ശ്രദ്ധാപൂർവ്വം കേൾക്കണം കണ്ടോ. അവര് നല്ല കുട്ടികളായിട്ടിരുന്ന് കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി പറയുന്നതൊക്കെ കേട്ട്. ബഹളം വെക്കല്ലേ എന്ന് പറഞ്ഞാൽ അവര് ബഹളം വെക്കത്തേയില്ല. ഞാൻ പറയുമ്പോ എല്ലാം കേട്ടിരിക്കണേ എന്ന് പറഞ്ഞാൽ അവര് കേട്ടുകൊണ്ടിരിക്കും. ബഹളം ഒന്നും വെക്കില്ല. നല്ല കുട്ടികളായിട്ട് നമ്മള് കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഈ ഇത് കഴിഞ്ഞപ്പോ മഴക്കാലം. അപ്പൊ നമുക്ക് ഒരു 2 മാസം 2.5 മാസമൊക്കെ കഴിയുമ്പോ കാലാവസ്ഥ മാറി വരും അല്ലേ? അപ്പൊ ഈ ചൂട് കഴിയുമ്പോ നമുക്ക് സ്കൂൾ തുറക്കുന്നത് ഏത് മാസത്തിലാ മക്കളെ? മെയ് മെയ് ലാസ്റ്റ് ആവുമ്പോഴേ നമുക്ക് ഓക്കെ സ്കൂൾ തുറക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് നല്ല മഴ കിട്ടുന്ന സമയമാണ് അല്ലെ? മഴയൊക്കെയുള്ള സമയമാണ്. അപ്പൊ ഈ മഴക്കാലമൊക്കെ ആയപ്പോ എന്റെ കുഞ്ഞനും പോയി. അവനും അപ്പോഴേക്കും അവനും അമ്മയും അച്ഛനും കൂട്ടുകാരും ബാക്കി എല്ലാവരും കൂടി കാട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ അവര് വരും. അപ്പൊ ഈ വർഷം പക്ഷെ അവര് ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. അപ്പോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അവര് വരുവോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാനായിട്ടാണെങ്കിൽ കുഞ്ഞന്റെയും അവരുടെ കയ്യിൽ ഫോണൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോണൊന്നും അവരുടെ കയ്യിലില്ല. അപ്പൊ നമുക്കൊരു കത്തെഴുതി ചോദിച്ചാലോ? മാം അവർക്ക് കത്തെഴുതി വായിക്കാൻ. അതെ, നമുക്കൊരു കത്തെഴുതി അവരോട് ചോദിക്കാം അല്ലെ? എന്തായിരിക്കും ഞാൻ ഇത്രയും നാള് ആയിട്ടും വരാത്തത്? മറ്റൊരു ഏപ്രിൽ മാസം ആകുമ്പോഴേ കുഞ്ഞൻ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കത്തെഴുതി ചോദിച്ചാലോ? കത്തെഴുതാൻ പറ്റണോ? കത്തെഴുതാൻ പോവാണ്. വരാത്തത് ചോദിച്ചിട്ട് ഒരു കത്തെഴുതാൻ പോവാണ്. അപ്പൊ ഇനി നിങ്ങൾ ഈ കത്തില് ശ്രദ്ധിച്ച് കേൾക്കണം. കത്തെഴുതുമ്പോ എങ്ങനെയാണ്? നിങ്ങൾക്കും ഇനി കത്തെഴുതാനുള്ളതാണ്. നിങ്ങളും കൂടി കത്തെഴുതിയാലേ കുഞ്ഞൻ വരും, അല്ലെങ്കിൽ കുഞ്ഞൻ വരില്ല. പുതിയ കൂട്ടുകാരെ കിട്ടിയാലേ ഇനി കുഞ്ഞൻ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കത്തെഴുതി കുഞ്ഞനെ വരുത്താം. അപ്പൊ ഞാൻ ആദ്യമേ എന്റെ സ്ഥലം എഴുതി. എന്റെ സ്ഥലം കൊല്ലം മാടൻനടയാണ് എന്റെ സ്ഥലം. ഞാൻ ആദ്യം എന്റെ സ്ഥലത്ത് ഞാൻ കത്ത് എന്നാ എഴുതുന്നത്? 2025 ഏപ്രിൽ 24. ഇന്നത്തെ ദിവസം 2025 ഏപ്രിൽ 24 അപ്പൊ ഞാൻ അതവിടെ എഴുതി. എന്നിട്ട് ഞാൻ എന്റെ കുഞ്ഞനെ വിളിക്കാണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞനാണ്. അതുകൊണ്ട് ഞാൻ അവനെ എന്താ വിളിക്കണേന്നറിയോ? എന്താണ് കത്തെഴുതുമ്പോ ഞാൻ അവനെ എന്താ വിളിക്കണെന്നറിയോ? എന്റെ കുഞ്ഞാ എന്ന് ഞാൻ അവനെ സ്നേഹത്തോടെ വിളിച്ചു. എന്റെ കുഞ്ഞാ എന്ന് സ്നേഹത്തോടെ കത്തിന്റെ തുടക്കത്തിൽ ഞാൻ അവനെ വിളിച്ചു. എന്നിട്ട് ഞാൻ ചോദിക്കാണ് അവന്റെ അടുത്ത്. ആദ്യം നമ്മൾ എന്ത് ചോദിക്കും? നിനക്ക് സുഖമാണോ? നമ്മൾ ആദ്യം എന്താണ് അറിയേണ്ടുന്നത്? കുഞ്ഞന് സുഖമാണോ എന്നാണ് അറിയേണ്ടത്. എന്താണ്? ഇപ്പൊ ക്ലിയർ ആവുന്ന മോളെ? അപ്പൊ നമ്മള് കത്തെഴുതുമ്പോ ആദ്യം എന്താ ചോദിക്കുക? സുഖമാണോ എന്ന് ചോദിക്കും അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കാണ് കുഞ്ഞനെ, കുഞ്ഞാ നിനക്ക് സുഖമാണോടാ? ഞാൻ കത്തെഴുതിയപ്പോ ചോദിച്ചടാ കുഞ്ഞാ നിനക്ക് സുഖമാണോ? എന്നിട്ട് ഞാൻ എന്തെഴുതി? എനിക്ക് നിന്നെ കാണാൻ കൊതിയായി. എനിക്ക് നിന്നെ കാണാനങ്ങ് കൊതിയായി. നിന്റെ അനിയനൊക്കെ സുഖമാണോ? നിന്റെ കൂട്ടുകാരോ? ഞാൻ അവരെയൊക്കെ തിരക്കിയെന്ന് പറയണേ.
നിന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ സുഖമാണോ? കാട്ടിൽ ഇപ്പോൾ ചൂട് എങ്ങനെയുണ്ട്? ഓ, ഇവിടെ ഭയങ്കര ചൂടാ. കഴിഞ്ഞ ദിവസം വെയിലത്ത് കളിക്കാൻ പോയിട്ട് എന്റെ ദേഹത്തെല്ലാം എന്റെ ദേഹത്തൊക്കെ ചൊറിഞ്ഞു പൊങ്ങി വന്നു. ഭയങ്കര ചൂടാ. കാട്ടിലിപ്പോ ചൂടാണോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എഴുതി, നീ അറിഞ്ഞോ? ഏതാണോ മോക്ക് കിട്ടുന്നതിന് ശ്രദ്ധിച്ചിരുന്നാ മതി കേട്ടോ. അപ്പോ ഇവിടെ എനിക്ക് എടാ കുഞ്ഞാ, എനിക്കിപ്പോ നീ ഇപ്രാവശ്യം വന്നില്ലല്ലോ, പക്ഷെ എനിക്കിപ്പോ ദാ ഇന്നത്തെ ദിവസം കുറേ നല്ല മക്കളെ കൂട്ടിന് കിട്ടി. ഞാൻ അവരെയൊക്കെ നിനക്ക് വരുമ്പോ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നീ ഒന്ന് പെട്ടെന്ന് വാ, നിന്നെ കാത്തിരിക്കുകയാണ് ഞാൻ എന്ന് ആര് സ്നേഹപൂർവം കുഞ്ഞന്റെ നാട്ടിലെ അമ്മ എന്ന് ഞാൻ അങ്ങനെ ല്ലേ മക്കളെ? ഒന്നും കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റുന്നുണ്ട്. മ്യൂട്ടാക്കി വെക്കോ? മ്യൂട്ടാക്കി എല്ലാരും ഒന്ന് മ്യൂട്ടാക്കി വെച്ചേ, അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. ജോലിക്ക് പോകുമ്പോ മാഡം ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കേക്കാലോ? നിങ്ങൾ ഈ ബഹളം വെക്കുന്നവരാണ്. നിങ്ങൾ ബഹളം വെക്കാണ്ടിരുന്നാ കേക്കാം. അപ്പൊ നിങ്ങൾ അൺമ്യൂട്ട് ആക്കി വെക്കണ്ട, ഇപ്പോഴും മ്യൂട്ടാക്കി വെക്കും. അപ്പൊ അങ്ങനെ നമ്മള് കുഞ്ഞന് ഒരു കത്തയച്ചു. അപ്പൊ നമുക്ക് കത്തിൽ ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞൻ തീർച്ചയായിട്ടും വരുമായിരിക്കും. പക്ഷേ നിങ്ങളും കൂടി പറയാതെ എങ്ങനെ വരും? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കുഞ്ഞനൊരു കത്തെഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പറയും? ഇപ്പൊ പറഞ്ഞാ മതി. എഴുതാൻ അറിയാവുന്നവർ എഴുതി മലയാള മിഷനിലേക്ക് അയക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പറയും? കുഞ്ഞനെ തിരക്കി ആദ്യം നിങ്ങൾ എന്തൊക്കെ ചോദിക്കും കുഞ്ഞനോട്? മാഡം കുഞ്ഞാ സുഖമാണോന്ന് ചോദിക്കും. ഓരോരുത്തരായിട്ട് പറയാം. ചോദിക്കും. സന്തോഷത്തോടെ ഇരിക്കുകയാണോ? കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കും. കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മാഡം ക്ലിയർ ആവുന്നില്ല. ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ കാര്യങ്ങൾ ചോദിക്കും. നമ്മൾ നിങ്ങൾ കളിക്കുന്ന എന്തൊക്കെ കളികളെ കുറിച്ച് കുഞ്ഞിനെ പരിചയപ്പെടുത്തി കൊടുക്കും? നിങ്ങൾ കുഞ്ഞിനെ വന്നാൽ എന്തൊക്കെ കളി കളിക്കും അവന്റെ കൂടെ? കളിക്കും. കള്ളനും പോലീസും കളിക്കും. ഫുട്ബോൾ കളിക്കും. ഓടിക്കളിക്കും. എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും കുഞ്ഞന്? കുഞ്ഞന് എന്തൊക്കെ സാധനങ്ങൾ കൊടുക്കും നിങ്ങൾ കഴിക്കാൻ? ആപ്പിൾ കൊടുക്കും.
പഴം കൊടുക്കും, പപ്പായ കൊടുക്കും, മാമ്പഴം കൊടുക്കും. എന്തൊക്കെയാ? പഴം കൊടുക്കും, കൊടുക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്പൊ ഇനി ഒരാൾ പറയണം. നിഹാര മോള് മാത്രം പറയണം. നിഹാര മോള് കുഞ്ഞന് വരുമ്പോ കുഞ്ഞന് മോളുടെ വീട്ടിൽ വരണം. അപ്പൊ നിഹാര മോള് കുഞ്ഞന് എങ്ങനെ പറഞ്ഞു കൊടുക്കും സ്ഥലം? ഹലോ ഹലോ ബാക്കിയുള്ളൊന്ന് വീട്ടിലേക്ക്. നിഹാര മോള് മോളുടെ അടുത്ത് കുഞ്ഞൻ വരണം. അപ്പൊ കുഞ്ഞൻ വരുമ്പോ മോള് വീട്ടില് വരുന്ന വഴി എങ്ങനെ പറഞ്ഞു കൊടുക്കും കുഞ്ഞിന് വീട്ടിൽ വരാൻ? എല്ലാരും മര്യാദക്കിരിക്കോ? ആ എല്ലാരും മിണ്ടാതിരിക്കോ? പറയട്ടെ, നിഹാര പറയട്ടെ. അല്ലെങ്കിൽ ആർക്ക് പറയാം? എല്ലാവരും മിണ്ടണക്കോ? മേഡം ഞാൻ പറയാം. ആ പറഞ്ഞോ, മോള് പറഞ്ഞു. ബാക്കി ആരും മിണ്ടല്ലേ? മോള് പറയട്ടെ. പെട്ടെന്ന് പറയാം, സമയം കുറവ്. കുഞ്ഞിന് കത്ത് എഴുതി കൊടുക്കും മേഡം. കത്തില് എഴുതി കൊടുക്കും. എന്തൊക്കെ പറഞ്ഞു കൊടുക്കും? എല്ലാരും കത്ത് നമ്മൾ കത്ത് എഴുതുമല്ലോ. അപ്പൊ നമ്മൾ അതില് ഇനി വരുമ്പോ വരാൻ വേണ്ടിട്ട് നമ്മൾ സ്ഥലത്തിന്റെ പേര് എഴുതി കൊടുക്കും. അപ്പൊ മോടെ സ്ഥലം എവിടെയാണ് മോടെ സ്ഥലം? അവിടെ എവിടെയാണ്? ഒരാൾ പറയട്ടെ, ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കണം. അപ്പോഴ് പറഞ്ഞു കൊടുക്കുക നമ്മുടെ വീട്ടിലേക്ക് വരേണ്ട കാര്യങ്ങള് എങ്ങനെയാണെന്ന്. ഇന്ന സ്ഥലത്ത് ബസ് ഇറങ്ങണം, ഇന്ന സ്ഥലത്ത് ബസ്സിലാണ് വരുന്നതെങ്കിൽ ഇന്ന ഇടത്ത് ഇറങ്ങണം, ഇറങ്ങിയിട്ട് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടത് നമ്മള് പറഞ്ഞു കൊടുക്കണം. നമ്മൾ എഴുതുവാണെങ്കിൽ എന്ത് എഴുതും? നമ്മൾ എഴുതുകയാണ്, നമ്മൾ കത്ത് എഴുതുന്നതിലാണ് പറയുന്നതെങ്കിൽ കത്തിൽ എത്തിക്കണം, നമ്മുടെ അഡ്രസ് കൊടുക്കണം. എന്റെ അഡ്രസ് എത്തിയെങ്കിലല്ലേ കുഞ്ഞിന് കത്ത് കിട്ടൂ. കുഞ്ഞിന് കത്ത് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കത്ത് എഴുതിയിട്ട് കുഞ്ഞന്റെ അഡ്രസ് നമ്മൾ വെക്കണം. കുഞ്ഞന്റെ അഡ്രസ് നിങ്ങൾക്ക് അറിയോ? എവിടെയാ ഉള്ളതെന്നറിയോ? മയിലാടുംകുന്നിലുള്ളത്. അപ്പൊ കുഞ്ഞിന്റെ ആ അഡ്രസ് വെച്ചാലേ കുഞ്ഞിന് കത്ത് കിട്ടുകയുള്ളൂ. അങ്ങനെ കത്ത് കിട്ടിയിട്ട് കുഞ്ഞിന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ അത് ബഹളം വെച്ചോണ്ടല്ലേ മക്കളെ? കേൾക്കുന്നില്ല. ഞാനും പിണങ്ങി ഇപ്പൊ കൊള്ളാം. അപ്പോ അങ്ങനെ നമ്മള് കുഞ്ഞിന് കത്ത് എഴുതുമ്പോ കുഞ്ഞിന് വരാനായിട്ട് നമ്മുടെ അഡ്രസ്സും കൂടെ വെച്ച് കൊടുത്താൽ എന്ത് ചെയ്യാം? കുഞ്ഞിന് കത്ത് ഒന്നുകിൽ കുഞ്ഞൻ കത്തയക്കും, അല്ലെങ്കിൽ കുഞ്ഞൻ ആ അഡ്രസ്സ് നോക്കി ഇനി നാട്ടിൽ വരുമ്പോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വരും. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും ഓരോ കത്ത് എഴുതി, നിങ്ങൾക്കറിയാം തെറ്റൊക്കെ വന്നോട്ടെ, കുഴപ്പമില്ല. കുഞ്ഞിന് വലുതായിട്ട് അക്ഷരമൊന്നും അറിയത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, അവൻ വായിച്ചെടുത്തോളും കേട്ടോ. ഞാൻ കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുള്ളേ, പിന്നെ അവന് സമയം കിട്ടിയില്ല, അവൻ പോയി. അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ തെറ്റ് വന്നാലും കുഴപ്പമില്ല. എന്ത് ചെയ്യണം? എല്ലാവരും അവരവരെ കൊണ്ട് പോലെ പറ്റുന്ന വാക്കുകൾ കൊണ്ട് ഒരു കത്ത് എഴുതി കുഞ്ഞനൊരു കത്ത് നിങ്ങൾ എല്ലാവരും
എഴുതി അയക്കണം. അയക്കുമല്ലോ. ഞാനെങ്കില് നിങ്ങൾക്ക് ഞാനൊരു കത്ത് വായിക്കാം. അതിന്റെ നാട്ടിൽ നിന്ന് എല്ലാവരും സ്ക്രീനിൽ നോക്കിക്കോ. ഇതാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതേ ചേട്ടാ, എല്ലാരെയും അങ്ങ് വീട്ടാക്കിക്കോ. ഇനി ഞാൻ പറയുമ്പോ മാത്രം ഉണക്കിയാൽ പറ്റുമോ? മാം ഒന്നും കേൾക്കുന്നില്ല. ആ അപ്പൊ സ്ക്രീനിൽ നിങ്ങളൊരു കത്ത് കണ്ടില്ലേ? കേൾക്കുന്നില്ല. എല്ലാരും ഒന്നും മിണ്ടായിരിക്കോ? ഓൺലൈൻ ടെസ്റ്റ് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്തിരിക്കുന്ന പേരൻസ് അതൊന്ന് ശ്രദ്ധിക്കോ. ബാക്കിയുള്ള മക്കളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അപ്പൊ എല്ലാവർക്കും ബഹളം വെച്ച് കഴിഞ്ഞാല് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നാട്ടിൽ നിന്നൊരു കത്ത്, അതാണ് പാഠഭാഗമായിട്ട് ഉള്ളത്. ഞാനത് വായിക്കാൻ പോവാണ് കേട്ടോ. നോക്കിക്കോളൂ നിങ്ങള്. ആദ്യമേ നമ്മള് സ്ഥലം വെച്ചേക്കുവാണ് കേട്ടോ, വടകര. അപ്പൊ ഈ കത്ത് എഴുതിയിരിക്കുന്നത് എവിടെ നിന്നാണ്? വടകര നിന്നാണ് കത്ത് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ സ്ഥലം വെച്ചിട്ടുണ്ട് വടകര. കത്ത് എന്ന് എഴുതിയ കത്താണ്? 2011 ജൂൺ 20. ഇപ്പൊ ബഹളം വെക്കല്ലേ, സംസാരിക്കല്ലേ കേട്ടോ. പ്രിയപ്പെട്ട അനു എന്ന തന്റെ സുഹൃത്തിനെ, തന്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ എന്താണ് ക്ഷണിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട അനു. എന്നിട്ട് കത്ത് നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾ ഈ കത്തില് നിങ്ങൾക്ക് പരിചയമായ വാക്കുകളൊക്കെ നമ്മൾ ഇനിയിപ്പോ പറയാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ കത്തിൽ നിന്നും കഥയിൽ നിന്നും ഒക്കെ പരിചയമുള്ള വാക്കുകളൊക്കെ ഓർത്ത് പറയണം. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. എത്തിയോ? അതിന്റെ മേളില് 2011 കേൾക്കാൻ പറ്റുന്നില്ല. വെക്കോ നിങ്ങൾ എന്റെ മിസ് എല്ലാരോടും മിണ്ടായിരിക്കാൻ പറ. പേരൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ നോക്കൂ, പ്രിയപ്പെട്ട നീ പോയപ്പോൾ എനിക്ക് സങ്കടം വന്നു. എന്ത് രസമായിരുന്നു നീ ഉള്ളപ്പോൾ. നമ്മൾ എത്ര കളിച്ചു. അനിയത്തിയും അമ്മയും നിന്നെ കുറിച്ച് ചോദിച്ചു. ഇവിടെ മഴ തുടങ്ങി. അന്ന് കളിച്ച പാടത്ത് ഇപ്പോൾ വെള്ളമാണ്. സ്കൂൾ തുറന്നു. നിനക്ക് സ്കൂൾ തുറന്നോ? അവിടെ മഴയുണ്ടോ? എനിക്ക് പുതിയ കുടയും ചെരുപ്പും ഒക്കെ വാങ്ങി. അനിയത്തിയെ സ്കൂളിൽ ചേർത്തു. മൂവാണ്ടന്മാവിലെ മാങ്ങ തീർന്നു. നമ്മുടെ കൂട്ടുകാരൻ നവാസ് വേറെ സ്കൂളിൽ ചേർന്നു. നീ എനിക്ക് കത്തെഴുതണം. ഞാൻ വീണ്ടും എഴുതാം. സ്നേഹത്തോടെ വിപിൻ കെ. ഒന്നുകൂടി ഞാൻ വായിക്കും. വടകര 2011 ജൂൺ 20. പ്രിയപ്പെട്ട അനു, നീ ഡൽഹിയിലെത്തിയോ? അവിടെ സുഖമല്ലേ? നീ പോയപ്പോൾ എനിക്ക് സങ്കടം വന്നു. എന്ത് രസമായിരുന്നു നീ ഉള്ളപ്പോൾ. നമ്മൾ എത്ര കളിച്ചു. അനിയത്തിയും അമ്മയും നിന്നെ കുറിച്ച് ചോദിച്ചു. ഇവിടെ മഴ തുടങ്ങി. അന്ന് കളിച്ച പാടത്ത് ഇപ്പോൾ വെള്ളമാണ്. സ്കൂൾ തുറന്നു. നിനക്ക് സ്കൂൾ തുറന്നോ? അവിടെ മഴയുണ്ടോ? എനിക്ക് പുതിയ കുടയും ചെരുപ്പും ഒക്കെ വാങ്ങി. അനിയത്തിയെ സ്കൂളിൽ ചേർത്തു. മൂവാണ്ടന്മാവിലെ മാങ്ങ തീർന്നു. നമ്മുടെ കൂട്ടുകാരൻ നവാസ് വേറെ സ്കൂളിൽ ചേർന്നു. നീ എനിക്ക് കത്തെഴുതണം. ഞാൻ വീണ്ടും എഴുതാം. സ്നേഹത്തോടെ വിപിൻ കെ. കത്ത് കിട്ടിയ അനുവിന്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അനു എന്താണ് ഓർക്കുന്നത്? കൂട്ടുകാരനായ വിപിനൊത്ത് നാട്ടിൽ വന്നപ്പോൾ കളിച്ച കാര്യങ്ങളൊക്കെ അനു ഈ കത്ത് കിട്ടിയപ്പോൾ ഓർക്കുകയാണ്. നോക്കൂ,
കത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അനു നാട്ടിൽ പോയത് ഏത് മാസമായിരിക്കും? ഏത് മാസമായിരിക്കും അനു നാട്ടിൽ പോയത്? ഏത് മാസമായിരിക്കും? ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും അനു എന്തായാലും അനു പോയി കഴിഞ്ഞപ്പോ എന്താണ്, സ്കൂള് തുറന്നു. ജൂണൊക്കെ ആയപ്പോ സ്കൂളൊക്കെ തുറന്നു. നമുക്കിവിടെ മഴക്കാലവും തുടങ്ങി. വേനൽക്കാലം തീർന്ന് മഴക്കാലവും തുടങ്ങി. അപ്പോ അതുകൊണ്ടാണ് മഴക്കാലം തുടങ്ങിയത്. നമുക്ക് ഈ കത്തിന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവും മഴക്കാലം? ഇവിടെ പറയണുണ്ടോ? മഴക്കാലം ആയതുകൊണ്ട് എന്ത് ചെയ്തു? പുതിയ കുടയും ചെരുപ്പും ഒക്കെ സ്കൂളിൽ പോകാനായി വാങ്ങി. അത് മാത്രമാണോ? അവര് കളിച്ച സ്ഥലമുണ്ടല്ലോ, ആ പാടം നിറയെ ഇപ്പൊ എന്താണ്? പാടത്തിൽ നിറയെ വെള്ളമാണ്. അപ്പൊ വറ്റി വരണ്ട് മൈതാനം പോലെ കിടക്കുകയായിരുന്നു പാടം. വേനൽക്കാലത്ത് വെള്ളമൊക്കെ വറ്റി വരണ്ട് നല്ല മൈതാനം പോലെ കിടക്കുകയായിരുന്നു. അവിടെയാണ് കുട്ടികള് ഓടിക്കളിക്കുന്നു. ഇപ്പൊ ആണെങ്കിൽ എന്ത് കിട്ടി? അവിടെയൊക്കെ വെള്ളം കയറിയിരിക്കുന്നു. മഴക്കാലമായപ്പോ അവിടെയൊക്കെ വെള്ളം വന്നിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലവും നാട്ടിലെ ഗ്രാമവും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? നിങ്ങൾക്ക് പറയാമോ നാട്ടിലേത് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന്? പട്ടണവും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? ആവുമ്പോൾ നല്ല നിശബ്ദത കിട്ടും. ഞാൻ പറയാം. ആ പറഞ്ഞോ. ഇനി വേറെ ആരും സംസാരിക്കരുത്. ആ ഒരാളെ പറയാം. ഞാൻ പറയാം. ആ പറഞ്ഞോ. പറയാമെന്ന് പറഞ്ഞ മോ മാത്രം പറയുക, ബാക്കി എല്ലാരും മിണ്ടാതിരിക്കുക. ഞാൻ പറയാം. അത് അഴുക്ക കുട്ടികളാ അങ്ങനെ ബഹളം വെക്കണത്. ആ പറഞ്ഞോ. പറയാന്ന് പറഞ്ഞ ആള് പറഞ്ഞോ. ആദ്യം പറയാന്ന് പറഞ്ഞ ആള് പറഞ്ഞോ. ഞാനാ പറഞ്ഞു. ആ പറഞ്ഞോ. മാഡം അവിടെ ഇല്ല എന്താണ് വള്ളത്തിന് വേണ്ടി മറ്റേ പൈപ്പ് ഒന്നും ഉണ്ടാവില്ല, മറ്റേ കിണറിന് എടുക്കണം. വെള്ളം പൈപ്പ് ലൈൻ അല്ല, നാട്ടിൻ പുറത്ത് കിണറാണ്. ആ മിടുക്കൻ. ആ പിന്നെ നാട്ടും പുറത്തെ പോലെ വീടുകളൊന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ ഫ്ലാറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എന്താണ് മക്കളെ? അവിടെ എന്താ അവൻ പോയത്തെ ഫ്ലാറ്റ് അതേപോലെ നാട്ടും പുറത്തുണ്ടാവില്ല. അവിടെ വീടുകളൊക്കെ. ഫ്ലാറ്റുകളൊന്നും നാട്ടിൻ പുറത്ത് ഉണ്ടാവില്ല. പിന്നെ നാട്ടിൻ പുറത്ത് കൂടുതലും ഒറ്റപ്പെട്ട വീടുകളൊക്കെയാണ്. ചില ദിവസം വരുമ്പോ കുറച്ച് കഴിഞ്ഞുമ്പോ വെള്ളം വരും. ടെക്നോളജി ഉണ്ടാവില്ല. ഒന്നുമില്ല. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യോ? നാട്ടിൻ പുറവും ഒരു കാര്യം, കൊച്ചു കൊച്ചു സെന്റൻസിൽ എഴുതാൻ അറിയാവുന്നവർ എഴുതിയിട്ട് നിങ്ങള് അത് അയക്കുവോ? നിങ്ങൾക്ക് അമ്മയുടെ അച്ഛനടുത്ത് ചോദിക്കാം. പക്ഷെ എഴുതാൻ നിങ്ങൾ സഹായം ചോദിക്കണ്ട കേട്ടോ. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് എത്ര എഴുതാൻ അറിയാമെന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എങ്കിലല്ലേ നിങ്ങൾക്ക് അതിനനുസരിച്ച് ക്ലാസ് എടുക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുപോലെ തെറ്റൊക്കെ വന്നോട്ടെ. കൊച്ചു മക്കൾക്കേ തെറ്റ് വരുത്താൻ പറ്റൂ. തെറ്റ് നിങ്ങൾക്ക് വന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ആ തെറ്റ് മാറ്റി എഴുതേക്കുന്നത് നിങ്ങളുടെ നാട്ടിൻപുറവും നിങ്ങൾ കണ്ടിട്ടുള്ള നാട്ടിൻപുറവും നിങ്ങൾ താമസിക്കുന്നത് പട്ടണത്തിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൻ പുറത്താണെങ്കിൽ അങ്ങനെ. ഏതായാലും നാട്ടിൻപുറവും പട്ടണവും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുന്നത്. ഒരു 3-4 സെന്റൻസ് മതി, അതിൽ കൂടുതൽ വേണ്ട. കുഞ്ഞു 3-4 സെന്റൻസ്. അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ, തെറ്റ് വന്നോട്ടെ, എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയുന്ന എല്ലാവർക്കും അത് നിങ്ങൾ ബഹളം വെക്കണോ മക്കളെ? കേൾക്കാൻ പറ്റണില്ല. കേൾക്കാൻ പറ്റുന്നില്ല. ആദ്യം മിണ്ടാതിരിക്കും, എങ്കിലല്ലേ കേൾക്കാൻ പറ്റൂ. പറയുന്ന ബ്രേക്ക് ആണ്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം.
അപ്പൊ അങ്ങനെയാണെങ്കില് അച്ഛൻ ആ വാക്കുകൾ കുറച്ചൊന്നിട്ടേ. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഒരു എന്തൊക്കെ വാക്കുകൾ വേണം, എന്തൊക്കെ വാക്കുകൾ ഉണ്ടെങ്കിൽ കുറച്ചേറെ വാക്കുകൾ നമുക്ക് കുറച്ച് വാക്കുകളെങ്കിലും നമ്മൾ പഠിച്ചാൽ നമുക്ക് എങ്ങനെ ഒരു കത്ത് എഴുതാമെന്ന് നോക്കാം, അല്ലെങ്കിൽ കുറച്ച് സെന്റൻസ് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ നിന്നുള്ള കുറെ വാക്കുകളാണ് അവിടെ കൊടുത്തേക്കുന്നത്. സുഖം, നമ്മൾ ഏത് വാക്ക് പറഞ്ഞു? സുഖം എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞു അല്ലെ? പ്രിയപ്പെട്ട എന്നൊരു വാക്ക് പറഞ്ഞു. നമ്മൾ ആദ്യം നമ്മുടെ സുഹൃത്തിനെ ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞു? പ്രിയപ്പെട്ട എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ട എന്നൊരു വാക്ക് പറഞ്ഞു, സുഖം എന്നൊരു വാക്ക് പറഞ്ഞു. ഇടയിൽ ബഹളം വെക്കല്ലേ. പ്രിയപ്പെട്ട എന്നൊരു വാക്ക് പറഞ്ഞു, സുഖം എന്നൊരു വാക്ക് പറഞ്ഞു, ചൂട്, മഴ, ആകാശം, കാട്, തണുപ്പ്, വിശപ്പ്, മല, ആറ്, പാറ, പഴം, തേൻ, കുരങ്ങൻ, മരം, വനം. വായിക്കാൻ പറ്റുമോ? മാമ്പഴം, അമ്മ, അച്ഛൻ, കൂട്ടുകാർ. കുറെ വാക്കുകൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇതിൽ കേട്ടിട്ട് ഇതിൽ കൂടുതൽ വാക്കുകൾ നിങ്ങൾ കേട്ടത് ഓർമ്മയുള്ള വാക്കുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്നുണ്ട്. നീ എന്നുള്ള വാക്ക് നമ്മള് ഇപ്പോ നിനക്ക് സുഖമാണോ? ഒരു സെന്റൻസ് എഴുതുമ്പോ എങ്ങനെ ചോദിക്കണം? നിനക്ക് സുഖമാണോ? ഞാൻ, എനിക്ക് സുഖം തന്നെ. അപ്പൊ കൊച്ചു കൊച്ചു സെന്റൻസ് ഇപ്പൊ എത്ര എണ്ണമായി? സുഖം എന്ന വാക്ക്, നീ എന്ന വാക്ക് ഒക്കെ പഠിച്ചപ്പോ നമുക്ക് എത്ര എണ്ണമായി? നിനക്ക് സുഖമാണോ? ഞാൻ, എനിക്ക് സുഖമാണ്. അവർ, അവർക്ക്, എല്ലാവർക്കും, അവിടെ. കേൾക്കുന്നില്ല മാം, കേൾക്കുന്നില്ല. മിസ് ഒന്നും എന്തായിരിക്കാൻ പറയുമോ എല്ലാവരോടും? മാം കേൾക്കുന്നില്ല. പറയുമോ? ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പേരൻസ്. കുട്ടികളെ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കണേ പേരൻസ്. കുട്ടികളെ ബഹളം വെക്കാൻ ഇങ്ങനെ പറയല്ലേ. കാരണം ഒരുപാട് പേരിന്ന് കേൾക്കുന്നതാണ്. അപ്പൊ അവർക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അത്. നീ, നിനക്ക്, ഞാൻ, എനിക്ക്, അവർ. അവർ എന്ന വാക്ക് പിടിച്ചത് എന്തിനാ? അവർക്ക്, എല്ലാവർക്കും. അവിടെ എല്ലാവർക്കും സുഖമാണോ? അവിടെ, അവിടെ, ഇവിടെ, സന്തോഷം, സങ്കടം. പിന്നെ കുറെ ക്രിയാപദങ്ങൾ നമ്മളെ എഴുതിയിട്ട് എവിടെ അയക്കണ്ടേ? നിങ്ങൾ ഇതിനകത്ത് മെസ്സേജ് ഇടൂ. ചെറിയ ചെറിയ കത്തുകളൊക്കെ ഫോട്ടോ എടുത്തിടൂ. അയച്ചാ മതി. എന്താ ഓടി, ചാടി, കളിച്ചു, രസിച്ചു, കുടിച്ചു, കഴിച്ചു, പാടി, ഉറങ്ങി, കൂട്ടുകൂടി. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു നല്ല കത്തെഴുതാം. നമുക്ക് നല്ല ഒരു കത്തെഴുതാൻ നമുക്ക് പറ്റും. ഈ വാക്കുകള് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കൂ. വായിക്കാൻ പറ്റുന്നവർ അതൊന്ന് വായിച്ചേ.
ചൂട് മഴ സങ്കടം പോയി ഓടിച്ചാടി കളിച്ചു സംസാരിച്ചോളൂ കേട്ടോ. ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാവരോടും എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് കേട്ടോ. ഞാൻ പറയാം. അപ്പൊ അല്ല, ഇനി കുഴപ്പമില്ല. നിങ്ങൾ കുറച്ച് പേർക്ക് എനിക്കിപ്പം നിങ്ങളെ കുറിച്ച് കുറച്ച് മനസ്സിലായി. കാരണം നിങ്ങൾ കുറെ പേർക്ക് വായിക്കാൻ അറിയാം. ഇനി കുറെ മക്കൾക്ക് അറിയില്ലായിരിക്കാം. കുറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പല രീതിയിലുള്ളവരാണ്. അപ്പൊ നമ്മള് ബുദ്ധിമുട്ട് കൂടുതൽ പ്രയാസമുള്ളവർക്ക് ആർക്കാണോ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇനി കൂടുതൽ ശ്രദ്ധിച്ച് എടുക്കാൻ പോണത്. അപ്പൊ ഇപ്പൊ അതുകൊണ്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. കുറച്ചു പേര് നന്നായിട്ട് വായിക്കുന്നവരുണ്ട്. കുറച്ചു പേർക്ക് കുറച്ച് പ്രയാസമുണ്ട് വായിക്കാൻ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അഞ്ചേട്ടാ അടുത്ത് വന്നിട്ടേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് വർക്ക് തരുവാണ്. അപ്പൊ ഞാൻ ഇപ്പോ ഈ പറഞ്ഞതിൽ നിന്നും കുറച്ച് വർക്ക് നിങ്ങൾക്ക് തരുവാണ്. അത് നിങ്ങൾ കൊണ്ട് പറ്റുന്നവർ ഒക്കെ അത് ചെയ്യുക. പേരൻസിന്റെ സഹായമൊക്കെ ചോദിക്കാം. പക്ഷെ എഴുതുമ്പോ നിങ്ങൾ അവരുടെ സഹായം ചോദിക്കാതെ എഴുതാൻ നോക്കണം. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ പേരൻസിനെ കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കഴിവിട്ട് നിങ്ങൾ എഴുതി നോക്കണം. എഴുതി നോക്കാതെ വെറുതെ പറയരുത് കേട്ടോ. നിങ്ങൾക്ക് ഇത് നിങ്ങളൊന്ന് എഴുതി എടുത്തോളണം, അല്ലെങ്കിൽ ഓർത്ത് വെച്ചോളണം. ക എന്ന അക്ഷരം വരുന്ന, അല്ലെങ്കിൽ പേരൻസ് ഒന്ന് എഴുതി എടുത്ത് വെക്ക. ക എന്ന അക്ഷരം വരുന്ന 10 പദങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താ മതിയോ? മതി, സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ക എന്ന അക്ഷരം വരുന്ന 10 പറയുമോ? വളരെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതിടാ. ക എന്ന അക്ഷരം വരുന്ന 10 പദങ്ങൾ പറയാമോ എഴുതാമോ? ക എന്ന അക്ഷരം വരുന്ന 10 പദങ്ങൾ പറയാമോ എഴുതാമോ? കടുവ. അതെ തന്നെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 കളികളുടെ പേര് പറയാം. കൂടുതലുള്ളവരെ അങ്ങനെ എഴുതുക. അടുത്ത വന്നിട്ട് നിങ്ങളുടെ ചുറ്റും എന്തൊക്കെയുണ്ട്? നിങ്ങളുടെ വീടിനോട് ചുറ്റും പരിസരത്ത് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 10 കാര്യങ്ങൾ പറയാമോ? എഴുതാൻ ശ്രമിക്കുമല്ലോ. നിങ്ങളുടെ വീട് എന്തൊക്കെയുണ്ട്? അതില് ഇഷ്ടപ്പെട്ട 10 കാര്യങ്ങൾ. നിങ്ങളുടെ വീടിന്റെ ചുറ്റും പരിസരത്തുള്ള
കാര്യം. ഇങ്ങനത്തെ എല്ലാ ഇതും സ്ക്രീൻഷോട്ട് എടുത്താ മതിയോ? എല്ലാരും സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. എന്നിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എനിക്ക് അറിയാൻ പറ്റണം നിങ്ങൾ ഇതൊക്കെ എഴുതാൻ പറ്റിയെന്ന്. സ്ക്രീൻഷോട്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല. ഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ എഴുതാൻ പറയുക. അപ്പൊ എഴുതി എടുക്കാൻ പറയുക. അപ്പൊ അവര് നിങ്ങൾക്ക് അത് കുഴപ്പമില്ല, കിട്ടും. അപ്പൊ അതൊന്നുകൂടെ എന്നിട്ട് രാജിച്ചിട്ടാ എടുത്തിട്ട് അടുത്ത ക്ലാസ് ചോദിക്കോ? കേൾക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാഡം ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അടുത്ത ഇത് ചോദിക്കോ? ഇതിന്റെ അടുത്തത്, കുഞ്ഞിക്കുരങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കാൻ ശ്രമിക്കുമല്ലോ. ഏത് കുഞ്ഞിക്കുരങ്ങനെയാണ്? ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന എന്റെ കൂട്ടുകാരനായ കുഞ്ഞിക്കുരങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് വിളിച്ചോണ്ട് നിങ്ങളുടെ കൂടെ കുറച്ച് ദിവസം താമസിക്കാനായി വിളിച്ചുകൊണ്ട് ഒരു കത്ത് എനിക്ക് അയച്ചു തരണം കേട്ടോ. അയച്ചു തരും. അതൊക്കെ സെൻഡ് ചെയ്യണം. പിന്നെ അറിയണ്ടേ നിങ്ങൾക്ക് എത്രത്തോളം വന്നാലും അച്ഛനും അമ്മയും കൊണ്ട് എഴുതിക്കരുത്. തെറ്റ് വന്നാലും കുഴപ്പമില്ല, മക്കള് തന്നെ എഴുതണം കേട്ടോ. മക്കൾ തന്നെ എഴുതണം. കാരണം കൊറേ ആവശ്യമുള്ള വാക്കുകളൊക്കെ ടൈപ്പ് ചെയ്തിട്ടല്ലോ. അറിയാവുന്നത് ഒരുപാട്. അയക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അപ്പൊ അടുത്ത ആള് രാജിന്റെ അടുത്തിട്ടെ. ഇനി ഒരെണ്ണം കൂടി ഇല്ലേ? അല്ല, ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഞാന് ഇത് കത്ത് എഴുതിയിട്ട് അയക്കാൻ എന്ത് ചെയ്യണം? കത്ത് എഴുതിയിട്ട് അതിന്റെ മലയാളം മിസ്സിലേക്ക് ഇട്ടാ മതിയോ? മെസ്സേജ് ഇടുന്നതിന്റെ കൂടെ ടീച്ചറെ വാട്സാപ്പ് നമ്പർ കൊടുക്കണോ? അത് എന്റെ വാട്സാപ്പ് നമ്പർ വേണോ? തരോ ടീച്ചർ. മൂന്നാമത്തെ ഒന്നും കൂടി കാണിക്കോ? ടീച്ചറെ ഗ്രൂപ്പിൽ ഇട്ടാ മതി. കുട്ടികളെല്ലാം പറയാം. ഇത് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇടത്തില്ലേ? അപ്പൊ അതിന്റെ കൂടെ നോക്കിക്കോളാം. ഞാൻ നോക്കിയിട്ട് നല്ല കത്തിനെയൊക്കെ നമ്മൾ സമ്മാനമൊക്കെ തരും. നല്ല കത്തൊക്കെ എഴുതി പക്ഷെ നിങ്ങൾ തന്നെ ആയിരിക്കണം, അല്ലാതെ വേറെ ആരുടെ സഹായം ചോദിക്കരുത്. ഇല്ലാതെ നിങ്ങൾ തന്നെ എഴുതണം. ഓക്കെ? സൂര്യകാന്തിയിലാണോ അല്ലെങ്കിൽ മാമിന്റെ ഇതിലാണോ അയക്കേണ്ടത്? സൂര്യകാന്തിയിൽ അയച്ചോ. അപ്പൊ ബാക്കിയുള്ളവരും കാണട്ടെ. സൂര്യകാന്തിയിൽ അയച്ചോ. നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ടീച്ചർ മൂന്നാമത്തെ ഒന്നും കൂടി കാണിച്ചു തരുമോ? കാണിച്ചു കൊടുത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് കുറെ കൂട്ടുകാരെ ഇന്ന് കിട്ടി. ഞാൻ എന്റെ കുറച്ച് കൂട്ടുകാരെ നിങ്ങൾക്ക് തന്നു. അപ്പൊ നിങ്ങള് എന്റെ കൂട്ടുകാരനെ നന്നായിട്ട് നോക്കണം. അവനെ നിങ്ങൾ കത്തയക്കണം. അവനെ നിങ്ങൾ വീട്ടിലേക്ക് ക്ഷണിക്കണം. അവന് പാട്ട് എഴുതി കൊടുക്കണം. അവന് കഥ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞാ മതി. പേപ്പറിൽ എഴുതിയിട്ട് അതിന്റെ എഴുതാൻ പറ്റുമോ നോക്കണം. എഴുതാൻ അറിയാനാണ്. അജിജിട്ടാ, നമ്മുടെ സമയം ഏതാണ്ടായി. പേരായോ? അതെ, ആയില്ലേ? അതുകൊണ്ട് ഞാൻ കുറച്ചാളില്ലെങ്കിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം. കുഴപ്പമില്ല. നമ്പർ തരുവോ? എന്തിനോ? തരാലോ. 8330 ഒന്നുകൂടെ പറയാവോ? 830
എന്താ 0 ചപ്പാത്തി ഉണ്ടാക്കുന്നു 183 തോരൻ വെക്കണോ പോയി 9 228 0 ഒരു മുട്ട മുറുകിയൊന്നും വേണ്ട. ഞാൻ ചെയ്തോളാം. വേണ്ട. എല്ലാരോടും ഒന്നും മിണ്ടായിരിക്കാൻ പറ. ഒന്നും കൂടെ 9 മണി നമ്പർ എന്ന് പറയോ? 830 183 9228. ആ മിടുക്കൻ മിടുക്കൻ. ആ എഴുതിയല്ലോ. മിടുക്കൻ മിടുക്കൻ. മാം ഗ്രൂപ്പിൽ തരുമോ? മിടുക്കൻ. ഇത് എല്ലാവരും ക്ലാസ് കൊടുക്ക കൊച്ചിനെ. മിടുക്കൻ കേട്ടോ. എന്താ പോലെ നമ്പർ കൂടി പറയാവോ? നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ. എല്ലാവരും നിങ്ങളെ കൊണ്ട് വായിക്കാൻ പറ്റുന്നതൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. കുഞ്ഞു നമ്പർ കറക്റ്റ് ആണോ നോക്കിയോ? എന്തോ നമ്പർ കറക്റ്റ് ആണോ? ആ കറക്റ്റാ. അപ്പൊ നിങ്ങള് കുഞ്ഞു കുഞ്ഞു കഥകളോ കഥാപുസ്തകങ്ങളോ ഒക്കെ ഇന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, നല്ല മക്കളാണ് കേട്ടോ. നല്ല മിടുക്കരായിട്ട് നന്നായിട്ട് പറയും. ബൈ ബൈ. മണിവരെ ക്ലാസ് താങ്ക് യു.